നമസ്കാരം. തിയേറ്ററിലിസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് OTT-യിൽ സ്ട്രീം ചെയ്യുന്ന തമിഴ് ചിത്രം പെരുസ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ചിത്രം OTT-യിൽ എത്തി എന്നുള്ളതാണ് കാര്യം. ഇളങ്കോ റാം സംവിധാനം ചെയ്ത ചിത്രത്തിൽ വൈഭവ്, സുനിൽ റെഡ്ഡി, നിഹാരിക, ചാന്ദിനി തമിഴരസൻ, ബാലാശരവണൻ, മുനിഷ്കാന്ത്, റെഡിൻ കിങ്സ്ലി, VTV ഗണേഷ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇളങ്കോ റാമിന്റെ ശ്രീലങ്കൻ സിംഹള ഭാഷയിൽ 2023 ഇറങ്ങിയ ടെൻഡിഗോ എന്ന ചിത്രത്തിന്റെ റീമേക്ക് കൂടെയാണ് പെരുസ്. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ വയസ്സായ ഒരാളാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം എന്നുള്ളത്. കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്ന കുട്ടി ഉപദേശിക്കുന്ന രംഗമൊക്കെ തുടക്കത്തിൽ തന്നെയുണ്ട്. കഥയുടെ പ്രധാന സംഭവം എന്ന് പറയുന്നത് രാവിലെ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കക്ഷി മരിച്ചു. സങ്കടകരമാണ് കുടുംബക്കാരെ സംബന്ധിച്ച്. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നം അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതൊരു ചെറിയ സസ്പെൻസ് ഫാക്ടർ ആയതുകൊണ്ടും സിനിമയിലുടനീളം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടും തൽക്കാലം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും തുടക്കത്തിൽ തന്നെ തമാശയ്ക്കായുള്ളൊരു കളം സിനിമ ഒരുക്കി വയ്ക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. മരണ വീട്ടിലെ കോമഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ ഈ വയസ്സായ വ്യക്തി മരിച്ച സമയത്ത് തന്നെ അതിൻ്റെ ഒരു കോർ എലമെൻറ്റ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പരിപാടിയുമാണ്. അവിടേക്ക് മക്കൾ വരും, കുടുംബക്കാർ വരും, നാട്ടുകാരും ഒക്കെ വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, അതുവഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊമെൻറ്റ്സ് എന്നതിലൊക്കെ തമാശ കൊണ്ടുവരാനുള്ള നല്ല ശ്രമങ്ങളും അതിലേറെ ഇടത്തും വിജയിച്ചു എന്ന് തന്നെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും സഹോദരങ്ങളായവർ ഇതിൽ സഹോദരങ്ങളായി എത്തുന്നു എന്നത് രസമുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. സ്വഭാവത്തിലൊക്കെ തീർത്തും വ്യത്യസ്തമാണ് അവർ. ദുരൈയായെത്തുന്ന വൈഭവ്, സാമിയായെത്തുന്ന സുനിൽ. ദുരൈ തുടക്കം മുതൽ മദ്യപിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കാര്യങ്ങളെ ആ രീതിയിൽ തന്നെയാണ് ഉടനീളം ഡീൽ ചെയ്യുന്നതും. സാമി പക്ഷേ അങ്ങനെയുള്ള ആളല്ല, വളരെ സീരിയസ് ആണ്. കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതിലും ആ ഒരു ഇതുണ്ട്. രണ്ടുപേരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഓട്ടോ ഡ്രൈവറായിരുന്നത് റെഡിൻ കിങ്സ്ലി ആണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പുള്ളി പലപ്പോഴും ഒരു ഓവർ പരിപാടിയാണല്ലോ. ചിലപ്പോൾ സെറ്റാവും, ചിലപ്പോൾ പാളി പോകുമെന്ന അവസ്ഥയാണ്. ഇവിടെ പക്ഷേ സെറ്റായിരുന്നു. ചിരി മൊമെന്റ്സ് ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുനിഷ്കാന്തിൻ്റെ അവസ്ഥയും. ആ ഒരു മീറ്റർ ഈ സിനിമയിലെ കഥാപാത്രത്തെ നോക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നു. തീർച്ചയായും സംവിധായകനൂടെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. പിന്നെ എടുത്തു പറയാനുള്ളത് ബാലാശരവണ്ണാണ്. കിട്ടിലിനായി തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മൊത്തത്തിൽ നോക്കിയാലും സപ്പോർട്ടിംഗ് ആക്ടേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരുടെ ഒരു കെമിസ്ട്രി, കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണല്ലോ സിനിമയുടെ ഒരു ആർക്ക് ഇങ്ങനെ വികസിക്കുന്നത്. ചിലയിടത്ത് മാത്രം അത്ര വലിയ ചിരി സമ്മാനിക്കുന്നില്ല എങ്കിലും ഓവറോൾ ഓക്കെ ആയിരുന്നു. നല്ല ചിരി സമ്മാനിക്കുന്ന കുറേ മൊമെന്റ്സ് തന്നെ സിനിമയിലുണ്ട്. പ്രധാന സംഭവം പറഞ്ഞ് കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ അവിടെ സിനിമ ഒരല്പം വലിയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ എത്തുമ്പോൾ വീണ്ടും ഒരു ഫുൾ പഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ചിരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പരിഗണിക്കാമെന്നാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ.